നമസ്കാരം. എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ. ഏകദേശം 2 വർഷമാകും പുതിയ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് പ്രകാരമുള്ള ശമ്പളം കയ്യിലെത്താൻ എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കാലതാമസം ഒരു അർത്ഥത്തിൽ പ്രയാസം സൃഷ്ടിക്കുന്നതാണെങ്കിലും ക്ഷാമബദ്ധ അഥവാ DA വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇക്കാര്യത്തിലും വലിയ പ്രതീക്ഷ വയ്ക്കേണ്ടതില്ല. 10 വർഷത്തിൽ ഒരിക്കലാണ് ശമ്പള വർധനവ് നടപ്പാക്കുക എന്നത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. മുൻപ് നടപ്പാക്കിയ ശമ്പള വർധനവ് പ്രകാരം ഓരോ ശമ്പള കമ്മീഷൻ വന്നതും 10 വർഷത്തിൽ ഒരിക്കലാണ്. അതേസമയം ക്ഷാമബത്ത പുതുക്കുന്നത് ഓരോ 6 മാസം കൂടുമ്പോഴുമാണ്. വില നിലവാര സൂചികയും വിപണി സാഹചര്യങ്ങളും പരിശോധിച്ചാണ് ബത്ത കൂട്ടുന്നത്. ഇതുപ്രകാരം പുതിയ ബത്ത സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി മുതൽ ജൂൺ വരെയും ജൂലൈ മുതൽ ഡിസംബർ വരെയുമുള്ള കാലയളവിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്നത്. ഹോളി ആഘോഷങ്ങൾക്ക് തൊട്ട് മുൻപായി മാർച്ചിലും ദീപാവലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നവംബറിലുമാണ് സാധാരണ വർധനവ് പ്രഖ്യാപിക്കാറുള്ളത്. ഈ വർഷത്തെ DA വർധനമാണ് അടുത്ത മാസം പ്രഖ്യാപിക്കാൻ പോകുന്നത്. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞ ഡിസംബർ 31 പൂർത്തിയായിരുന്നു. എന്നാൽ 8ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക ശമ്പള കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ അല്ല പുതിയ DA വർധനവ് വരാൻ പോകുന്നത്. കേന്ദ്ര സർക്കാർ എത്രത്തോളം വർധനവ് പ്രഖ്യാപിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ജീവനക്കാർ. റിട്ടയർഡ് ജസ്റ്റിസ് രഞ്ജന ദേശായി അധ്യക്ഷയായ സമിതിയാണ് നിലവിൽ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫിറ്റ്മെന്റ് ഫാക്ടർ ആണ് പുതിയ ശമ്പള ഘടനയിലെ നിർണായക ഘടകം. ഇത് 1.83 മുതൽ 2 വരെയാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. 7ാം ശമ്പള കമ്മീഷൻ നിശ്ചയിച്ച ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57 ആയിരുന്നു. ഇത് പ്രകാരം കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 7,440 രൂപയിൽ നിന്നും 18,000 രൂപയായി വർദ്ധിച്ചിരുന്നു. പുതിയ DA വർധനവ് 2% ആവുകയാണെങ്കിൽ DA 60% ഉയരും. ഇത് ശരിയാണെങ്കിൽ ജനുവരി ജൂൺ കാലയളവിൽ നടപ്പാക്കി വരുന്ന DA വർധനവിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാകും ഇത്. DA വർധനവ് 2% ഒതുങ്ങിയത് 3 തവണയാണ്. 2007, 2018, 2025 എന്നീ വർഷങ്ങളിൽ മാത്രം. ബാക്കിയുള്ള DA വർധനവുകൾ ഇതിനേക്കാൾ അധികമായിരുന്നു. അവശ്യ വസ്തുക്കളുടെ വില കുതിക്കുന്ന വേളയിൽ DA വർധനവിൽ കാര്യമായ ഉയർച്ച വേണം എന്നാണ് ജീവനക്കാരുടെ പക്ഷം. എന്നാൽ 2% മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 2000 ജനുവരിയിൽ 1% മാത്രമാണ് DA വർദ്ധിപ്പിച്ചത് എന്നതും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം ഫിറ്റ്മെന്റ് ഫാക്ടർ എല്ലാ ജീവനക്കാർക്കും ഒരേപോലെ ആയിരിക്കുമോ എന്നതും ഉറ്റുനോക്കുകയാണ്. ഏകീകൃത രീതി കൈക്കൊള്ളുമോ എന്ന് കണ്ടറിയണം. എല്ലാ തരത്തിലുമുള്ള ജീവനക്കാരെയും ഒരേ രീതിയിൽ പരിഗണിക്കുന്ന രീതിയാണ് ഇത്. എല്ലാവർക്കും സമാനമായ ആനുകൂല്യങ്ങളാകും കിട്ടുക. ഇങ്ങനെ വന്നാൽ കൂടുതൽ ശമ്പളമുള്ളവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകും. ഇനി വ്യത്യസ്ത രീതി പ്രകാരം വിവിധ ശമ്പള തട്ടുകൾക്കായി വ്യത്യസ്ത ഫിറ്റ്മെന്റ് ഫാക്ടറുകൾ നൽകുക എന്ന് കരുതുക. താഴെത്തട്ടിലുള്ള ജീവനക്കാർക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുകയും ഉയർന്ന ഉദ്യോഗസ്ഥരും താഴെത്തട്ടിലുള്ളവരും തമ്മിലുള്ള ശമ്പള വ്യത്യാസം കുറയ്ക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതുപ്രകാരം താഴ്ന്ന തട്ടിലുള്ളവർ ഉയർന്ന ഫിറ്റ്മെന്റ് ഫാക്ടറും ഇടത്തരം വിഭാഗക്കാർക്ക് മിതമായ ഫിറ്റ്മെന്റ് ഫാക്ടറുമാകും അനുവദിച്ചേക്കുക. ഉയർന്ന സ്കെയിലിലുള്ളവർക്ക് കുറഞ്ഞ ഫിറ്റ്മെന്റ് ഫാക്ടർ ആകും പരിഗണിക്കുക. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പഠനം നടത്തി വരികയാണ് 8ാം ശമ്പള കമ്മീഷൻ. 18 മാസമാണ് കാലാവധി. അതായത് അടുത്ത വർഷം പകുതിക്ക് ശേഷമാകും റിപ്പോർട്ട് സമർപ്പിക്കുക. 2028 ആദ്യം മുതൽ പുതിയ ശമ്പളം കയ്യിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും 2026 ജനുവരി മുതലുള്ള മുൻകാല പ്രാബല്യം ഉണ്ടാകുമെന്നും സർക്കാർ ജീവനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്.